അള്ളാന്റെ തണലല്ലാത്ത ദിവസം, അള്ളാന്റെ തണലില്ലാത്ത, അള്ളാന്റെ തണലല്ലാത്തൊരു തണലുമില്ലാത്ത മഹ്ശറാവൻ സഭയിലോ 7 കൂട്ടർക്ക് അള്ളാഹു അതാ അള്ളാന്റെ തണൽ കൊടുക്കുന്നു, അർശിന്റെ തണൽ കൊടുക്കുന്നു. അതാരെന്നറിയോ? ശാബുൻ നശഅ ഫീ ഇബാദത്തില്ലാഹ്. അള്ളാഹുവുമായിട്ട് ബന്ധപ്പെട്ട്, പള്ളിയും മദ്രസയുമായിട്ട് ബന്ധപ്പെട്ട്, എന്റെ ചെറുപ്പക്കാരാ ശ്രദ്ധിക്കണേ, ചെറുപ്പക്കാരാ ശ്രദ്ധിക്കണേ. അള്ളാഹുവിന്റെ ദീനുമായിട്ട് ബന്ധപ്പെട്ടാണ് നീ നടക്കുന്നതെങ്കിലോ ശാബുൻ നശഅ ഫീ ഇബാദില്ലാഹ്. എപ്പോഴും നിനക്ക് അള്ളാഹിനെ പറ്റിയ ചിന്ത. എന്നാ നിനക്ക് അള്ളാഹ് തരുന്ന കൂലി എന്തെന്നറിയോ? 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു വെക്കുകയാ, അള്ളാഹുവിന്റെ അർശിന്റെ തണൽ നിനക്ക് അള്ളാഹു തരുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എടോ ഈ അങ്കടിമുഖറിൽ സമാധാനം വേണോ? അങ്കടിമുഖറിൽ സമാധാനം വേണോ? അങ്കടിമുഖറിൽ എല്ലാവിധ അള്ളാഹുവിന്റെ സംരക്ഷണത്തിന്റെ മഹാ വലയങ്ങൾ ഇറങ്ങണോ? യുവാക്കളെ, യുവതികളെ, നിങ്ങൾ നന്നാവാതെ ഈ ദുനിയാവ് നന്നാവൂല, നിങ്ങൾ നന്നാവാതെ ഈ നാട് നന്നാവൂല. യുവാക്കളെ, യുവതികളെ, നിങ്ങളെങ്ങാനും അള്ളാന്റെ കൽപ്പന ലംഘിച്ചിട്ടാണ് ഈ മണ്ണിലൂടെ നടന്നു നീങ്ങുന്നതെങ്കിലോ നിങ്ങളെ വാപ്പ നേരത്തെ കബറിൽ പോവും, ഉമ്മയും നിങ്ങളുടെ കബറിൽ പോവും. പണ്ട് നല്ല നല്ല ആലിമീങ്ങൾ പോകും. ഈ നാട്ടിലുള്ള നല്ല ആളുകളെല്ലാം അള്ളാഹു അങ്ങ് കൊണ്ടുപോയിട്ടു. യുവാക്കളെ, യുവതികളെ, അഴിഞ്ഞാടാനാണ് നിന്റെ ഭാവമെങ്കിലോ ഈ കാസർഗോഡ് ജില്ലയിലല്ലേ കഴിഞ്ഞ ദിവസം നടന്ന സംഭവം നിങ്ങൾക്ക് കേൾക്കണോ? പാതിരാത്രിയായപ്പോൾ പെണ്ണ് വീട്ടിൽ നിന്നിറങ്ങുകയാ. കിടക്കും പോലെ അവളുടെ ബെഡിൽ ഇങ്ങനെ തലയണ വെച്ചു, ബെഡ്ഷീറ്റ് വെച്ചൊരു പെണ്ണിങ്ങനെ കിടക്കും പോലെ മാതാപിതാക്കൾ വന്ന് നോക്കിയാൽ കട്ടിലിൽ ആളുണ്ടെന്ന് തോന്നിക്കും വിധം ഇങ്ങനെ ബെഡ് ശരിയാക്കി വെച്ചിട്ടു. പൊന്നാര വാപ്പാ കേൾക്കണം, നമ്മുടെ മക്കൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളാണോ? എനിക്കും 2 പെൺമക്കളാ, സുഫിയാ ബാക്കവിക്കും 2 പെൺമക്കളാ. നിങ്ങൾക്ക് പെൺമക്കളില്ലേ വാപ്പാ? നിങ്ങൾക്ക് ആൺമക്കളില്ലേ വാപ്പാ? ഈ പെണ്ണ് വാപ്പയും ഉമ്മയും പറ്റിച്ചിട്ട് പാതിരാത്രി പുറത്തിറങ്ങുകയാ. പുറത്തുനിന്ന് ലോക്കങ്ങ് പൂട്ടി, വീടങ്ങ് പൂട്ടിയിട്ട് ഇറങ്ങിപ്പോയി. വാപ്പയും ഉമ്മയും അറിഞ്ഞില്ല. വഴിയിൽ വെച്ച് ചെറുപ്പക്കാരുമായിട്ട് സംശയത്തിൽ പിടിച്ചപ്പോ അറിയുകയാ, ഇന്ന വീട്ടിലെ പെണ്ണാണ്, ഇന്ന വീട്ടിലെ ആണാണോ. ഈ കാസർഗോഡ് നടന്നാണെന്ന് പറഞ്ഞൊരു കൂട്ടുകാരൻ വിളിച്ച് പറയാ, ആരോട് സമാധാനം പറയാനാ? ആരോടാ സമാധാനം പറയാ? അതുകൊണ്ട് പൊന്നാര യുവാക്കളെ, യുവതികളെ, വഴിവിട്ടു പോയോ? നിനക്ക് അള്ളാഹു തന്ന ആരോഗ്യം തിരിച്ചെടുക്കാൻ പടച്ചവന് വലിയ സമയമൊന്നും വേണ്ട. പൊന്നാര ചെറുപ്പക്കാരാ, നിനക്കറിയോ RCCയിൽ കിടക്കുന്നത് 90 വയസ്സുള്ള കിളവന്മാരല്ല. RCCയിൽ കിടക്കുന്നത് 80-90 വയസ്സായ രോഗികളല്ല. ഭൂരിഭാഗം പേരും ചെറുപ്പക്കാരാ, ഭൂരിഭാഗം പേരും ചെറുപ്പക്കാരാ. ഞാൻ ഈ മഹലിനടുത്തുള്ള 300 വയത് പറയാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ 2-3 കൊല്ലം വന്നിട്ടുണ്ട്. അവിടെയുള്ള മുഴുവൻ ചെറുപ്പക്കാരുമായിട്ട് നല്ല ബന്ധമുണ്ട്. സുബ്ഹാനല്ലാഹ്, ഒരു വഅദ വെക്കുമ്പോ എത്ര ചെറുപ്പക്കാരാ വന്നുകൂടുന്നറിയോ? അതുകൊണ്ട് അങ്കടിമുഖറിലെ ജമാഅത്ത് കമ്മിറ്റിയോട്, നാട്ടുകാരോട് നമ്മളെ യുവാക്കളെയെല്ലാം പള്ളിയുമായിട്ട് ഇങ്ങനെ ബന്ധപ്പെടുത്തു. അവരെ പള്ളിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നമ്മുടെ നാടും നമ്മുടെ നഗരങ്ങളും ഒരു ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഇല്ലാതെ സമാധാനത്തോടെ പോകുന്ന ഈ നാട്ടിലോ നമ്മുടെ യുവാക്കൾ ഭൂരിഭാഗം പേരും നമ്മുടെ പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട്, നമ്മുടെ മദ്രസയുമായിട്ട് ബന്ധപ്പെട്ടു. അവർക്ക് കള്ള് വേണ്ട, കഞ്ചാവ് വേണ്ട, പെണ്ണ് വേണ്ട, ലഹരി വേണ്ട, ഹറാമ് വേണ്ട, അള്ളാന്റെ ദീൻ മാത്രം മതി എന്നുള്ള ബോധമുള്ള നല്ല ആണുങ്ങൾ കടന്നു വരുമ്പോ പൊന്നാര വാപ്പാ, അങ്ങനെയുള്ള 10-100 ചെറുപ്പക്കാരുണ്ടെങ്കിൽ ഈ നാട്ടിലെ ഒരു മയ്യത്തും അനാഥമാവൂല. ഞാൻ അങ്ങനെ പറയാനുള്ള കാരണം എന്തെന്നറിയോ? 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് ഈ ദീനുണ്ടാവാൻ കാരണക്കാരൻ നല്ല ചെറുപ്പക്കാരന്മാരാ. ചരിത്രത്തിലോട്ട് കടന്നു വരൂ സഹോദരാ. മുആദ് ബിൻ അംർ ബിൻ ജമൂഹ്, മുആദ് ബിൻ അംർ ബിൻ ജമൂഹ് റളിയല്ലാഹു അൻഹു സ്വഹാബിമാർ
സുഹാബിമാരിൽപ്പെട്ട ബദരീങ്ങളിൽപ്പെട്ട വലിയ സുഹാബിയാണോ സഹോദര അംർ ഇബ്നു ജമൂഹ് എന്ന് പറയുന്നത് മുടന്തനായ സുഹാബിയാണോ അദ്ദേഹത്തിന്റെ മകനാണ് മുആദ് ഇബ്നു അംർ ഇബ്നു ജമൂഹ് ഈ മുആദ് ഇബ്നു അംർ ഇബ്നു ജമൂഹിന്റെ സഹോദര കൂട്ടുകാരനാണ് അംർ ഇബ്നു മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു രണ്ട് മുആദും കൂടിയിട്ട് എന്ത് ചെയ്തെന്നറിയോ അംർ ഇബ്നു ജമൂഹ് ഒരു വിഗ്രഹാരാധകനാണ് മനാഫ് എന്ന പേരുള്ള ഒരു വിഗ്രഹം തന്റെ വീട്ടിലുണ്ട് ഒരു ദിവസം പോയിട്ട് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു മുആദ് ഇബ്നു അംർ ഇബ്നു ജമൂഹ് തങ്ങളും ചെന്നിട്ടു ഈ അംർ ഇബ്നു ജമൂഹിന്റെ വീട്ടിലുള്ള മനാഫ് എന്ന വിഗ്രഹത്തെ എടുത്ത് പുറത്തുകൊണ്ട് ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിയാ അംർ ഇബ്നു ജമൂഹ് രാവിലെ നോക്കുമ്പോൾ തന്റെ ദൈവം അവിടെയില്ല മുആദ് ഇബ്നു ജബൽ തങ്ങളും അങ്ങനെ കൊണ്ടുപോയി എറിഞ്ഞതിന് ശേഷം ഈ അംർ ഇബ്നു ജമൂഹ് അത് പോയി എടുത്ത് തിരിച്ചുകൊണ്ട് അതേ വീട്ടിൽ വെക്കുകയാ പിറ്റേ ദിവസവും എടുത്തെറിഞ്ഞു കളയുകയാ അങ്ങനെ അവസാനം എറിഞ്ഞെറിഞ്ഞ് അവസാനം ഒരു പട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് ചേർത്തങ്ങനെ പുഴുത്തൊരിച്ചെറിയുന്ന ഒരു പട്ടിയുടെ ശവത്തോട് കൂടിയിട്ട് വലിച്ചെറിയുമ്പോ അത് അംർ ഇബ്നു ജമൂഹ് വിഷമിച്ചത് എടുക്കാൻ തുനിയുമ്പോ മക്കയിൽ നിന്നതാ മദീനയിലേക്ക് കുറച്ച് പരിശുദ്ധ റസൂലിന്റെ അനുയായികൾ കടന്നു വരുമ്പോ ചോദിക്കുന്നു എന്തേ നിങ്ങൾ ഇവിടെ നിൽക്കുന്നത് എന്റെ ഇങ്ങനെ കല്ലും മുള്ളും ആരാധിക്കുന്ന ഒരു ആരാധകനാണ് ഞാനോ എന്റെ ദൈവത്തെ ഇതാ ഇവിടെ കൊണ്ടിട്ടിരിക്കുന്നു എന്ന് പറയുമ്പോ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു തന്റെ മകനായ മുആദ് ഇബ്നു അംർ ഇബ്നു ജമൂഹമാണെന്നറിയാതെ വിഷമിച്ച് നിൽക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്ത് പറയും നിങ്ങൾക്ക് എന്താ വട്ടുണ്ടോ കാണാൻ പറ്റാത്ത കേൾക്കാൻ പറ്റാത്ത ഇവരെയാണോ നിങ്ങൾ ആരാധിക്കുന്നത് എല്ലാം കാണുന്ന എല്ലാം അറിയുന്ന എല്ലാം കേൾക്കാൻ എല്ലാം സൂക്ഷ്മതയോടെ നിരീക്ഷിക്കുന്ന ഏകനായ റബ്ബായ അല്ലാഹു ഉണ്ടല്ലോ എന്ന് പറയുമ്പോ ആ മക്കള് ചെയ്തതാ ശരിയെന്ന് പറഞ്ഞുകൊണ്ട് സമാധാനിപ്പിക്കുമ്പോ ഇസ്ലാമിലോട്ട് കടന്നു വരുന്നു അംർ ഇബ്നു ജമൂഹ് അങ്ങനെ സ്വന്തം മക്കള് ചെറുപ്പക്കാരായ രണ്ട് മക്കൾ കാരണം അംർ ഇബ്നു ജമൂഹ് ഇസ്ലാമിലോട്ട് കടന്നു വരികയാ ഇനി നിങ്ങൾക്ക് കേൾക്കണോ ആരാ മുആദ് ഇബ്നു ജബലു ആരാണ് മുആദ് ഇബ്നു അംർ ഇബ്നു ജമൂഹ് എന്നറിയോ ചെറുപ്പക്കാരാ ആകെ 16 മുതൽ 20 വയസ്സിന്റെ ഇടയിലുള്ള നല്ല ചുണക്കുട്ടന്മാരായ ചെറുപ്പക്കാരാ ബദറിന്റെ രണാങ്കണത്തിലോട്ടതാ കടന്നു വരികയാ ആ മൂസാ നബിയുടെ ഫിർഔനേക്കാൾ കഠിനഹൃദയനായ അബൂജഹലിനെ കൊന്നത് ഈ മുആദ് ഇബ്നു ജബൽ മുആദ് ഇബ്നു അംർ ഇബ്നു ജമൂഹും കൂടിയാ എന്റെ പൊന്നാര വാപ്പാ വർത്തമാന കാലഘട്ടത്തിലെ യുവാക്കളായ സഹോദരങ്ങൾ കേട്ടോ ഇസ്ലാം നിലനിൽക്കാനുള്ള കാരണത്തിന് അല്ലാഹു മാറ്റിവെച്ചത് മുഴുവനും ചെറുപ്പക്കാരെയാ ചെറുപ്പക്കാര കഥകളാ വിശുദ്ധമായ ഖുർആൻ പറയുന്നത് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു മുആദ് ഇബ്നു അംർ ഇബ്നു ജമൂഹ് റളിയല്ലാഹു അൻഹു ഈ ബഹുമാനപ്പെട്ട സ്വഹാബത്തിന്റെ കൂടെ ബദർ രണാങ്കണത്തിൽ പങ്കെടുക്കുമ്പോ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതാ തന്റെ അടുക്കൽ കടന്നു വരികയാ മുആദ് റളിയല്ലാഹു അൻഹു രണ്ടുപേരുടെ പേര് മുആദ് എന്നാ നമ്മൾ ബദരീങ്ങളെ പേര് വായിക്കുമ്പോൾ പറയാറില്ലേ മുആദും എന്ന് അതിൽ രണ്ട് മുആദ് ഈ മുആദുകളാ അവർ വന്നിട്ട് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിനോട് ചോദിക്കും യാ അമ്മീ ഐന അബൂജഹൽ എവിടെയാണ് അബൂജഹൽ ഉള്ളത് ബദറിന്റെ രണാങ്കണമാണ് ബദർ എന്ന് പറഞ്ഞാൽ ബദറിന്റെ രണാങ്കണം കാരണമായി ഇസ്ലാമിൽ ഞാൻ നിങ്ങൾ അങ്കടിമുഖർ പള്ളിയുടെ കീഴിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിലോ അബൂജഹലായ കിങ്കരനായ എന്റെ അബൂജഹൽ എന്ന് പറയുന്ന എന്റെ ശത്രു മൂസാ നബിയുടെ ഫിർഔനേക്കാൾ ശക്തനാണെന്ന് പറഞ്ഞ പരിശുദ്ധ റസൂലിന്റെ ഏറ്റവും വലിയ കൊടിയ ശത്രു അബൂജഹലിനെ കൊന്നതാരെന്നറിയോ 20 വയസ്സിന് താഴെയുള്ള മുആദുമാരാ ചോദിക്കുന്നു എവിടെ അബൂജഹൽ എവിടെയാ കാണിച്ചു കൊടുക്കുന്നു അതാണ് അബൂജഹൽ എന്ന് പറയുമ്പോ രണ്ടുപേരും കുതിച്ചങ്ങ് ചാടുകയാ ആ അബൂജഹലിന്റെ നെഞ്ചത്തോട്ട് ചാടിയങ്ങട്ട് ചവിട്ടിയിട്ട് കിടത്തിയിട്ടു അബൂജഹലിന്റെ മുടിയിലങ്ങട്ട് പിടിച്ചു വെച്ചിട്ട് കഴുത്തങ്ങറുത്തെടുത്തിട്ടു വലിച്ചഴച്ചിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ കൊണ്ടുപോയി വെച്ചിട്ട് യാ റസൂലല്ലാഹ് ഞങ്ങളെ കൊന്നു നബിയേ അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രണ്ടുപേരുടെ വാളും പിടിച്ചു വെച്ച് നോക്കിയിട്ടു ഇലാഹുമാ രണ്ടുപേരും കൂടിയാ കൊന്നത് മുആദ്
അംർ ഇബ്നു ജമൂഹിനാണ് അബൂജഹലിന്റെ സകല ആയുധങ്ങളും റസൂലുള്ള സമ്മാനിച്ചതെങ്കിലോ ചെറുപ്പക്കാരന്മാരെ ദീനാണ്. അതുകൊണ്ട് കള്ളു കുടിക്കാൻ പറയുന്ന ദീനല്ല, ഇത് കഞ്ചാവടിക്കാൻ പറയുന്ന ദീനല്ല, ലഹരി പിടിക്കാൻ പറയുന്ന ദീനല്ല, പെണ്ണ് പിടിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്ന ദീനല്ല. യുവാക്കളെ, ധാർമ്മിക ബോധമുള്ള യുവാക്കളായി നിങ്ങൾ കടന്നു വാ. നിങ്ങൾ ആരോഗ്യമുണ്ടല്ലോ, ഇവിടെ പാവപ്പെട്ട കുറെ രോഗികളുണ്ട്. ആ പാവപ്പെട്ട നിങ്ങളെ വാപ്പാടെ പ്രായമുള്ള ക്യാൻസറും ട്യൂമറും ബാധിച്ചിട്ട് നിസ്കരിക്കാൻ പോലും കഴിയാതെ കണ്ണ് കാണാത്ത അന്ധന്മാരായി വികലാംഗന്മാരായി എഴുന്നേക്കാൻ പോലും പറ്റാത്ത വീടിന്റെ കത്തളത്തിൽ അടച്ചിടപ്പെട്ട പാവങ്ങളോ, ഇപ്പുറത്ത് വിധവകളായ പാവപ്പെട്ട ഉമ്മമാര് വാർദ്ധക്യ സഹജമായി രോഗം ബാധിച്ചിട്ട് മക്കളില്ല, കൂട്ടുകുടുംബങ്ങളില്ലാത്ത പാവങ്ങളോ, അങ്കടി മുകളിൽ ഏതെങ്കിലും ഒരു വീട്ടിലുണ്ടോ കറുത്ത തുഴിയുള്ള, കറുത്ത താടിയുള്ള, കറുത്ത മീശയുള്ള യുവാക്കളോടാ സുഫിയാൻ ബാക്കവി പറയുന്നത്. ഇത് 2026 അടുത്തൊരു 2026 ഡിസംബർ 31 അവസാനിക്കുമ്പോ ഞാനും നീയും ഉണ്ടോ എന്ന് വല്ല ഉറപ്പുമുണ്ടോ? എടാ, ഈ 2025 തിരിഞ്ഞു നോക്കുമ്പോ എന്റെയും കൂടെ നമ്മളോടൊപ്പം വാള് കേൾക്കേണ്ട എത്ര പേരാ ഖബറിന്റെ ഉള്ളില്? കൂടെ പഠിച്ച കൂട്ടുകാര്, സുഹൃത്തുക്കള്, സഹോദരിമാര്, സഹോദരങ്ങൾ എത്ര പേരാ ഖബറിലുള്ളത്? അതുകൊണ്ട് യുവാക്കളായ സഹോദരാ, നീണ്ട ആയുസാണോ നീ പ്രതീക്ഷിക്കുന്നത്? അത് അല്ലാഹു തരുമെന്നാണോ നീ വിചാരിക്കുന്നത്? മഹാന്മാരായ കവിമാര് പാടുന്നുണ്ട് കേട്ടോ. അയാമയ്യു അമ്മാലു തൗലൽ ഖുലൂദി വതൂലുൽ ഖുലൂദി അലൈഹി ളററൂ. നീ ദീർഘമായ കാലമാണോ നീ ആഗ്രഹിക്കുന്നത്? കുറെ നാൾ അടിച്ചു പൊളിച്ച് ജീവിക്കാമെന്ന് നീ കരുതുന്നുണ്ടോ? DJ പാട്ടും ഡാൻസ് പാർട്ടിയുമായിട്ട് കൂത്താട്ടം നടത്താമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടോ? ഇദാമാ കബിറത് വബാന ശബാബു ഫലാ ഖൈറ ഫിൽ ഐശി ബഅദൽ കിബറു. മുടിയങ്ങട്ട് നിറച്ചിട്ട് കൈകുത്താൻ വയ്യ, കാലുകുത്താൻ വയ്യ, സുജൂദ് ചെയ്യാൻ വയ്യ, കസേരയിൽ ഇരുന്ന് ഇരിപ്പായി, നിസ്കരിക്കാൻ പറ്റുന്നില്ല, കിടന്ന കിടപ്പാണെങ്കിലും ഫലാ ഖൈറ ഫീ, നിനക്കൊരു ഖൈറുമില്ല മോനെ എന്ന് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് വിശ്വസിച്ചുകൊണ്ട് പണ്ഡിതന്മാര് പാടുമ്പോ ഇബാദത്ത് ചെയ്യാനും നല്ലവണ്ണം ഇഖ്ലാസോടുകൂടി ഖുർആൻ ഓതാനും ആരോഗ്യമുള്ള സമയം നിനക്കുള്ളപ്പോ നീ പ്രവർത്തിക്കണം എന്നാണ് പരിശുദ്ധ ഇസ്ലാം പറയുന്നത്. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ.